അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, മാഹിരീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റബീഅ് ക്യാമ്പയിൻ ഉജ്ജ്വലമായ തുടക്കത്തോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സ്നേഹപ്രവാചകൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പം കാര്യം ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ഒരാളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ജനങ്ങളിൽ ആരൊക്കെയുണ്ടോ, അത് മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെക്കാളും കൂടുതൽ നമ്മൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന കാലത്തോളം, സ്നേഹിക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. സ്നേഹത്തിൻ്റെ ഒരുപാട് നിമിഷങ്ങളും സ്നേഹം എന്താണ് എന്നും നമുക്കൊരുപാട് പ്രസംഗങ്ങളിലും വയലുകളിലും ലേഖനങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. നബിതങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സ്നേഹിച്ചു എന്നതിന് തന്നെ വലിയ കാരണമാണ്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദം അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി. ഇത്രയേറെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ നേരിൽ കാണാൻ അനുവാദം കൊടുത്തത് ഏക പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് അല്ലാഹുവിന് വളരെ ഇഷ്ടമുണ്ട് എന്നതിന് തന്നെ ഒരു കാരണമാണ്. ഒരാളുടെ നിസ്കാരം പൂർണ്ണമാവണമെങ്കിൽ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറയാത്ത ഒരു നിസ്കാരം നമ്മൾ സ്വഹീഹായി ഗണിക്കപ്പെടുന്നില്ല. പരിശുദ്ധ റബീഉൽ അവ്വൽ പുണ്യ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ സൂറത്ത് തൗബ സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റബി എന്നാൽ വസന്തം എന്നാണ് അർത്ഥം. അതെല്ലാവർക്കും അറിയാം. ലോകത്തെമ്പാടും മരങ്ങളും ചെടികളും പൂത്തുലഞ്ഞു നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ കാലമാണ് വസന്തകാലം. കാറ്റിന് പോലും പൂക്കളുടെ സുഗന്ധമുള്ള സന്തോഷത്തിന്റെ കാലത്താണ് ലോകത്തിന് മുഴുവനും പ്രകാശമായി സുഗന്ധമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതരായത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നാളുകളാണ്. എന്തിനേറെ കവി പറഞ്ഞു, ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ. ലോകത്തിന്റെ നേതാവും സമ്പൂർണ്ണ പ്രവാചകരും ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചത്. നബിയുടെ യഥാർത്ഥമായ അവസ്ഥകളും പദവികളും ശരിയായ വിധം അറിയുന്ന അല്ലാഹു മാത്രമാണ്. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയൂ.
അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്, അതേ നമ്മൾക്കറിയൂ. അതും നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്ന് മാത്രം. വിശുദ്ധ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ നബിതങ്ങൾ മൂന്ന് കാര്യം കാണാൻ കഴിയും. നബിതങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിൻ്റെ നേതാവ് നബിതങ്ങളിലേക്ക് നമുക്ക് നബിതങ്ങൾ ആരാണ് എന്ന് ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ലോകത്തിൻ്റെ നേതാവാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് സമ്പൂർണ്ണ റസൂലാണ്. ഒരുപാട് ഇപ്പോൾ റസൂല് ആരാണ് എന്നും അതേപോലെ തന്നെ നബി ആരാണ് എന്ന് നമ്മളൊക്കെ വായിച്ചും പറഞ്ഞും മനസ്സിലാക്കിയതാണ്. സമ്പൂർണ്ണ റസൂലാണ് നമ്മുടെ പ്രവാചകൻ. മൂന്നാമത്തത് അന്ത്യപ്രവാചകൻ. ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ഇവിടെ ജാഅക്കും നിങ്ങൾ എന്നാൽ മനുഷ്യ സമൂഹം, ആകമാനം എന്നാണ്. നോക്കൂ, ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് യാ ഖൗമി എന്നായിരുന്നു. നമ്മുടെ പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചെന്താണ്? അയ്യുഹന്നാസ് എന്നായിരുന്നു. ഖുർആൻ പറയുന്നു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ. ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. മിൻ അൻഫുസിക്കും, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. മിൻ അൻഫുസിക്കും എന്നാൽ ഉന്നത കുലജാതരായി അയച്ചു എന്നാണ്. അതായത് ലം യുസിബു ശൈഉൻ മിൻ വിലാദത്തിൽ ജാഹിലിയ. അൻ അലിയൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ്തു മിൻ നിക്കാഹിൻ വലം ഉഖ്റുജു മിൻ സിഫാഹിൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബി വ ഉമ്മി ലം യമസ്സനി മിൻ സഫാഹിൽ ജാഹിലിയത്തി ശൈഅ. ഈ നിലയ്ക്ക് തുല്യതയില്ലാത്ത പദവിയിൽ വിരാജിക്കുമ്പോഴും ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വൈശ്യം അവിടുന്ന് ഉമ്മത്തിനോട് നിറഞ്ഞ വാത്സല്യം കാണിച്ചു എന്നതാണ്. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഇത്രയേറെ വാത്സല്യം പ്രകടിപ്പിച്ചതായി നമുക്ക് കാണുന്നില്ല. അള്ളാഹു പറയുന്നത് എന്താണ്? അസീസുൻ അലൈമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മുടെ പ്രയാസങ്ങൾ തങ്ങൾക്ക് പ്രയാസമാണ്, നമ്മുടെ ഇരുലോക നന്മയിൽ അത്യാഗ്രഹം. റഹീം എന്നതിനർത്ഥം റബ്ബിന്റെ വിശേഷണം ഒന്നാമത്തത് നൽകപ്പെട്ടവനാണ്, റഹീം. നോക്കൂ, മക്കയിലെ തീഷ്ണമായ ദുരിതങ്ങൾക്കിടയിലാണ് സൂറത്തുൽ ളുഹ അവതരിപ്പിക്കുന്നത്. അത് മുഴുവൻ നബിതങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതറല്ലാ. പക്ഷേ അപ്പോഴും കരുണക്കടലായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമുക്കൊന്നും ചിന്തിക്കാനാവാത്ത വാക്കാണ്. അവിടുന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, യാ റബ്ബി ലാ അർളാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. വഫാത്തിന്റെ വേളയിൽ പോലും ഉമ്മത്തി എന്നോർത്ത് കരഞ്ഞ നബിയാണ് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആർക്കാണ് ഇതിന് കഴിയുന്നത്? അതാണ് അവിടുത്തെ പുകഴ്ത്തിക്കൊണ്ട് നാം പറയുന്നത്, അന്ത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിഥില ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഈ നിലയ്ക്ക് നമുക്ക് വേണ്ടി ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ആത്മാർത്ഥതയോടെ
നിലകൊള്ളുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഇത്രയേറെ നമ്മൾ സ്നേഹിച്ചു, എത്രയാണ് സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ നാം മനുഷ്യരാകുമോ? നമ്മൾ ഇത്രമാത്രം സ്നേഹിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ച് നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യനാവുക? അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞപ്പോൾ അതിശക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചത്. ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വിയോജിപ്പുള്ള കാലത്ത് അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞതെന്താ നോക്കൂ. മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദാ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഇഷ്ടപ്പെടുക എന്നതാണ്. അവിടുത്തെ ദീനിനെ, സുന്നത്തിനെ, പേരിനെ, നാടിനെ, കുടുംബത്തെ, സ്വഹാബത്തിനെ, മദ്ഹിനെ, മൗലിദിനെ, അങ്ങനെ എല്ലാത്തിനെയും. അത് ഒരാളുടെ ഈമാൻ ശരിയായി എന്നതിൻ്റെ അടയാളമാണ്. മറിച്ചായാൽ ഈമാൻ കേടായി എന്നതിൻ്റെ അടയാളമാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുക. സ്നേഹത്തിൻ്റെ രീതി എങ്ങനെയെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന അവസ്ഥ തന്നെ വ്യത്യാസമാണ്. എന്നാൽ നമുക്ക് ഇത്രയേറെ നിർബന്ധമായും നമ്മൾ സ്നേഹിക്കേണ്ട പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ഇപ്പോഴും ഉംറക്കൊക്കെ പോകുമ്പോൾ അമീറന്മാർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, അവിടെ വരുന്ന ചില ആളുകൾ, ഏത് രാജ്യക്കാരൻ എനിക്ക് ഓർമ്മയില്ല, ആ രാജ്യക്കാർ മുൻപല്ല് പൊട്ടിച്ചിട്ട് വേറെ പല്ല് വെക്കും. എന്തേ കാരണം? ഉഹുദിൽ നബി തങ്ങളുടെ പല്ല് പൊട്ടിയത് കാരണം അവർ അങ്ങനെ ചെയ്യുന്നു. നബി തങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകട്ടെ. നബി തങ്ങളെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടെ എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു.